ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വസതിയിൽ നിന്ന് വൻതോതിൽ പണം കണ്ടെടുത്തു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത്. വീട്ടിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് പണം കണ്ടെത്തിയത്. തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ സുപ്രീം കോടതി കൊളീജിയം ശുപാർശ ചെയ്തു. ധനസുബോധ വിവരങ്ങൾ നൽകും. ധനസുബോധ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമ പരിരക്ഷ ലഭിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ജഡ്ജിമാർ എന്നുള്ളത്. അപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അവിടെ ഇത്രയും പണം സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നത്. എന്നിട്ട് എന്ത് നടപടിയാണ് ഇതിലുണ്ടായിരിക്കുന്നത്? ജിൽസി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത്രയും വലിയ തുക ഈ വീട്ടിൽ സൂക്ഷിച്ചത് പുറത്തു പോലും വരില്ലായിരുന്നു. സാധാരണ നമുക്കറിയാവുന്നതാണ്, നിയമത്തിൽ തന്നെ ഒരു 50,000 രൂപയിൽ അധികം സൂക്ഷിക്കുന്നത് പോലും ഒരു കുറ്റകരമാണ്. അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് എന്തിനാണെന്നുള്ള കാര്യം കൃത്യമായി വ്യക്തമാക്കിയിരിക്കണം. ഇത് ഇപ്പോൾ ഒരു തീപിടുത്തം നടന്നിട്ട് ആ കുടുംബാംഗങ്ങൾ, അദ്ദേഹം ജഡ്ജി യശ്വന്ത് വർമ്മ സ്ഥലത്തില്ലായിരുന്നു, ഡൽഹിക്ക് പുറത്തായിരുന്ന സമയത്താണ് തീപിടുത്തം നടന്നത്. ഇതേ തുടർന്ന് കുടുംബാംഗങ്ങൾ ഫയർഫോഴ്സിൽ അറിയിച്ചതിനെ തുടർന്ന് അവർ തീ അണക്കാനെത്തി. തീ അണച്ചതിന് ശേഷം എന്തൊക്കെ വസ്തുക്കൾക്കാണ്, ഏതെങ്കിലും ഉപകരണങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചോ എന്നുള്ള ഒരു പരിശോധന നടത്തിക്കുമ്പോഴാണ് ഒരു ബാഗ് നിറയെ പണം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഈ സംഭവം കണ്ടെത്തിയിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിൽ പോലും ഇക്കാര്യങ്ങൾ പുറത്തു പറഞ്ഞിരുന്നില്ല. വളരെ അടിയന്തരമായി തന്നെ സുപ്രീം കോടതി കൊളീജിയം ചേരുകയാണ് ചെയ്തത്. സുപ്രീം കോടതി കൊളീജിയം ചേർന്നതിന് ശേഷം ഈ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരു സുപ്രീം കോടതി കൊളീജിയത്തിനോ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്കോ പോലും ഇത്തരത്തിൽ ഒരു മറ്റുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ മറ്റുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തതുപോലെ ഒരു ജഡ്ജിയെ സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. കാര്യം എല്ലാ ജഡ്ജിമാരും ഒരേപോലെ തന്നെ പരിഗണിക്കേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് എടുക്കാവുന്ന ഒരു നടപടി കൊളീജിയം ഇപ്പോൾ എടുത്തിരിക്കുന്നത് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇനിയൊരു ഇൻ ഹൗസ് അന്വേഷണമാണ് പ്രധാനമായിട്ട് നടക്കേണ്ടത്. അത് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഒരു സമിതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഒരു സമിതിയെ നിയോഗിക്കണം. 2 ജഡ്ജിമാർ ആ സമിതിയിൽ ഉണ്ടാകണം. അതിനുശേഷമായിരിക്കും ഈ ജഡ്ജിമാർ ഏതൊക്കെ തരത്തിലുള്ള ഒരു അച്ചടക്കമാണ് ജീവിതത്തിൽ പെരുമാറേണ്ടത്, കാണിക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്ന ഒരു നിയമ പുസ്തകമുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങളായിരിക്കും നീക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഒരു ജഡ്ജിയെ പണം കണ്ടെത്തിയതിൻ്റെ പേരിലോ ഒരു കാരണവശാലും അദ്ദേഹത്തിന് അച്ചടക്ക നടപടി, അതായത് കൂടുതൽ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുക ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കില്ല. ഏതായാലും ഒരു തീപിടുത്തം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇക്കാര്യത്തിൽ ഈ തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു പണം കണ്ടെത്തിയ ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്. ജഡ്ജിമാരുടെ കാര്യത്തിൽ വളരെ മനോഹരമായ ആചാരമാണ് നടക്കുന്നത്. എന്തായാലും ഒരു ഇൻ ഹൗസ് അന്വേഷണം നടത്തുന്നു. ഡൽഹി ഹൈക്കോടതി ജഡ്ജി എന്തായാലും അലഹബാദിലേക്ക് മാറ്റിക്കൊണ്ട് കൊളീജിയം ശുപാർശ ചെയ്യുന്നു. മിക്കവാറും കാര്യങ്ങളൊക്കെ ശുഭമാകും. ഇനി ജഡ്ജിമാർ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങൾ കൂടി ഇറക്കിക്കൊണ്ട് കാര്യങ്ങളൊക്കെ ഒത്തുതീർക്കുമെന്നുള്ളതാണ്. കാരണം എന്തൊക്കെ സംഭവിക്കുന്നു, പല കേസുകളിൽ വിധി എഴുതുന്ന ജഡ്ജിമാരാണ്. അവരുടെ വീട്ടിൽ നിന്ന് ഇത്രയും പണം പിടിച്ചെടുക്കുമ്പോൾ അതിന് ഇത്രയും ഗൗരവം കൽപ്പിക്കേണ്ടതുള്ളൂ. അതൊരു ഇൻ ഹൗസ് അന്വേഷണത്തിൽ മാത്രം. കാരണം ആ നിയമപരിരക്ഷ അവർക്കുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നിയമ സംവിധാനങ്ങൾ പാടെ പൊളിച്ചെഴുതാനുള്ള സമയമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ തീപിടുത്തം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ധനസുമോദാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.